അവരെ കഴിവില്ലായ്മയെ കുറിച്ച് കടം വാങ്ങുന്നു. 5.5 ലക്ഷം കോടിൻ്റെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇവർ സർക്കാർ. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഡീസലും പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല. ഇൻകം ടാക്സ് എക്സംഷൻ 12 ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല. കഴിവില്ലായ്മ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇവർക്കൊന്നും ചെയ്യണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 10 കൊല്ലം മൂവ് ചെയ്താ. ഇന്ത്യ രാജ്യത്തിൽ GSTൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ GST കമ്മിയാവുമ്പോൾ ഇവിടെ വിലക്കയറ്റം കൂടുതലാവുന്നു. ആ വിലക്കയറ്റം എന്തിനാണ് കൂടുതലാവുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. ഇവിടെ എല്ലാ ഫുഡ് കമോഡിറ്റീസും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു. ഇവിടുത്തെ ഡീസലും പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല. അപ്പോൾ വിലക്കയറ്റം കൂടുമ്പോൾ ഈ GSTൻ്റെ ഗുണം ഇവിടെ കിട്ടില്ല. ഈ വിലക്കയറ്റം ഇവരുടെ ഒരു ഫ്രോഡ് ഇക്കണോമിക് പോളിസീസും ഒരു ഷോർട്ട് സൈറ്റഡ് ഗവർണൻസും കഴിവില്ലായ്മ. ഞാൻ ഈ നമ്മളെ തിരുവനന്തപുരത്ത് ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരോ എന്നോട് പറഞ്ഞു, CPMൻ്റെ ഒരു മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കൃഷി, ആവശ്യമില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് നമ്മൾ പറയേണ്ടത്? കഴിവില്ലായ്മയാണോ വിഡ്ഢിത്തരമാണോ? അവർക്ക് ജനങ്ങൾ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പിന്നെ എന്താണ് താല്പര്യമില്ല എന്നാണോ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥന, ഇതെല്ലാം ഇക്കോണമി ഗവർണൻസ് എല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 5 കൊല്ലം ഒരു ഗവൺമെൻറ്റിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നതാണ് ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും, ഞങ്ങൾക്ക് വേണ്ടി നല്ല പോളിസീസും പദ്ധതികൾ, ഗവർണൻസ് നന്നാവും, ഞങ്ങളുടെ വിലയെല്ലാം കമ്മിയാവും. ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള കൾച്ചറിൻ്റെ കസ്റ്റോഡിയന് ആരാ ആക്കിയത്? അത് ജനങ്ങൾ തീരുമാനിക്കും. അതിന് ഒരു CPMൻ്റെ മുഖ്യമന്ത്രി ഒന്നും ആവശ്യമില്ല. അല്ല, അത് നോക്കൂ, ഇതെല്ലാം ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് കൺസംഷൻ ഇക്കോണമീൻ്റെ ഇക്കണോമിക് മോഡലിംഗ് അല്ലേ. വില കുറയുമ്പോൾ കൺസംഷൻ കൂടും. ഇതിൽ ഞാൻ ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറയുന്നില്ല. ഇക്കണോമിക് തിങ്കിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രിവൻ ഗ്രോത്തും ഉണ്ട്, കൺസംഷൻ ഡ്രിവൻ ഗ്രോത്തും ഉണ്ട്. കൺസംഷൻ ഡ്രിവൻ ഗ്രോത്തിന് ഇക്കോണമി ഒരു ലെവലിൽ എത്തണം, ഇക്കോണമിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം. അതാണ് കഴിഞ്ഞ 10-11 കൊല്ലം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് എല്ലാവരും മറന്നൊന്നും അറിയില്ല. UPAൻ്റെ കാലത്ത് ലാസ്റ്റ് 6 ഇയേഴ്സ്, UPAൻ്റെ ലാസ്റ്റ് 6 ഇയർ 24 ക്വാർട്ടർ വിലക്കയറ്റം എല്ലാ ക്വാർട്ടറിൽ കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു. 15 ക്വാർട്ടറിൽ ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു. ആര്? UPA ഭരിച്ച സമയത്ത്. ഇതാരും മറന്നിട്ടില്ല. ആ ഒരു കുഴിയിൽ നിന്നാണ് നരേന്ദ്രമോദിജി 2014 ഇതുവരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇക്കോണമീനെ. ഇൻകം ടാക്സ് എക്സംഷൻ 12 ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല. 0% GST, 5% GST എസെൻഷ്യലും മരുന്നും ഭക്ഷണത്തിനും. ഇതൊരു വലിയൊരു മാറ്റമല്ലേ. എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്തത്? ഇന്ത്യൻ്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ BJPയും NDAക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു BJPക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിൻ്റെ എതിരെയാണെന്ന്. ഈ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ആ സമയമെല്ലാം കഴിഞ്ഞു. അല്ല, അത് GST കൗൺസിൽ ഉണ്ടല്ലോ. അതിൽ GST കൗൺസിൽ ഒരു ഫെഡറൽ കൗൺസിലല്ലേ. അതിൽ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്ററും ഉണ്ട്, നമ്മുടെ രാജ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ. അവർ തീരുമാനിക്കും അത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. ഞാൻ കുറച്ചൊരു എക്കണോമിക് തിങ്കിങ് പഠിച്ച ഒരാളാണ്. എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല. കാരണം റേറ്റ്സ് കുറയുമ്പോൾ കൺസംഷൻ കൂടും, അഫോർഡബിലിറ്റി
കൂടുമ്പോൾ കൺസംഷൻ കൂടും. അതാണ് അതിൻ്റെ ഒരു ഗ്രാഫ്. ഇക്കണോമെട്രിക്സിൽ ഒരു ഗ്രാഫ് ഉണ്ട്, അഫോർഡബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അത് നമ്മൾ കാണും. അതില്ലെങ്കിൽ GST കൗൺസിൽ അത് തീരുമാനിക്കും അതിൻ്റെ എന്താണ് പരിഹാരം. ഇല്ല, നോക്കൂ, അത് അവർ ചെയ്യട്ടെ. ഞാനെന്തിനാ ഇന്ന് പറയുന്നത്? അവരെ കഴിവില്ലായ്മയെ കുറിച്ച് കടം വാങ്ങുന്നു, 5.5 ലക്ഷം കോടീൻ്റെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇവർ സർക്കാർ. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. നോക്കൂ, സെസ്സാണോ കടമാണോ ഇതെല്ലാം അവർ ചെയ്യുന്നത് എന്താണ്? പുതിയ തലമുറേൻ്റെ തലയിൽ ഇത് വെച്ച് പോകുന്നു അവരുടെ രാഷ്ട്രീയം. എന്നിട്ടാണ് പറയുന്നത് BJPക്ക് കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിൻ്റെ എതിരെയാണെന്ന്. അപ്പോൾ 5.5 ലക്ഷം കോടി കേരള കൾച്ചറാണോ? അല്ല, അത് CPM കൾച്ചറാണ്. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ ചെയ്യേണ്ടത്. വിലക്കയറ്റം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇവിടെ കർഷക മേഖലയിൽ എല്ലാവരും തകർത്തി ഫുഡെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവർ ചെയ്യുമ്പോൾ അത് അവരല്ല അതിൻ്റെ പരിഹാരം തീരുമാനിക്കേണ്ടത്. എന്തോ ഓ അത് ഞങ്ങൾ കൊടുത്താൽ അത് പിന്നെ അതിന് കുറേ വലിയ ലിസ്റ്റ് ഉണ്ട്. അത് വായിക്കും അവർ കേരള കൾച്ചറും CPM കൾച്ചർ എന്ന് പറഞ്ഞ് മൂടുമോ? അത്രേ ഉള്ളൂ. നോക്കോ, കഴിവില്ലായ്മ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇവർക്ക് ഒന്നും ചെയ്യണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 10 കൊല്ലം മുമ്പ് ചെയ്താ. അവർക്കൊരു നോട്ട് കൊടുത്താലോ അവർ വായിക്കുന്നത് എന്താണ്? കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ അല്ലേ വായിക്കുന്നത്. ഞങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് പീപ്പിൾ സെൻട്രിക് പോളിറ്റിക്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾ കൊടുത്താൽ അവർക്ക് വായിക്കില്ലെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ വികസിത കേരളം അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഐഡിയോളജി, ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും. നിങ്ങളും തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത്, ആർക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ പറയുന്നില്ല ഒന്നും.